ചെറിയ പെരുന്നാളിന്റെ ആഘോഷ നിറവിലാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ പ്രാർത്ഥനകളിൽ മലയാളികളടക്കം ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിൽ നിന്നെത്തിയ മതപണ്ഡിതരടക്കമുള്ളവർ ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. റംസാൻ 30 പൂർത്തിയാക്കി തിങ്കളാഴ്ചയാണ് ഒമാനിൽ ചെറിയ പെരുന്നാൾ. വ്രതവും പ്രാർത്ഥനയും പങ്കുവെക്കലുമായി കടന്നുപോയ പരിശുദ്ധ മാസം നൽകിയ വിശുദ്ധ മനസ്സും ശരീരവുമായാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ പുലരിയിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും എത്തിയത്. ദുബായിൽ മാത്രം പള്ളികളും ഈദ്ഗാഹുകളുമായി 680 ഇടങ്ങൾ പ്രാർത്ഥനയ്ക്കായി സജ്ജീകരിച്ചു. വിശുദ്ധ മക്കയിൽ ലോകത്തിന്റെ നാനാ കോണുകളിൽ നിന്നുമുള്ള വിശ്വാസികൾ മനസ്സും ശരീരവും പടച്ചവനിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ രാവിലെ 6:30യോടെയായിരുന്നു പെരുന്നാൾ നമസ്കാരം. ദുബായ് കിസൈസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ട്, അൽക്കൂസ്, അൽമനാർ ഇസ്ലാമിക് സെന്റർ, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തോട് ചേർന്നുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്, അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂൾ മൈതാനം എന്നിവിടങ്ങളിൽ മലയാളത്തിലായിരുന്നു ഈദ്ഗാഹ്. കേരളത്തിലെ ലഹരി വിപത്ത് അടക്കം പുരോഹിതർ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ആരാണ്, എന്താണ്, എവിടെയാണ് എന്നും അറിയാത്ത രീതിയിൽ മനുഷ്യനെ ഭ്രാന്തമാക്കുന്ന ലഹരിയുടെ സ്വാധീനം, അതിപ്രസരം, അതിന്റെ കടന്നുകയറ്റം വല്ലാതെയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതാരും മാറി നിൽക്കാതെ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായി ലഹരിക്കെതിരെ മനുഷ്യൻ മൃഗമാകുകയാണ്, മൃഗത്തേക്കാൾ അധപതിക്കുകയാണ്. ഈ സ്വയബുദ്ധിയും വിവേകവും നഷ്ടപ്പെടുമ്പോൾ അതില്ലാതിരിക്കാൻ നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ് പുതിയ തലമുറയെ കാത്ത് സംരക്ഷിക്കുക. പ്രാർത്ഥനകൾക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും ആശംസകൾ കൈമാറിയുമാണ് വിശ്വാസികൾ പിരിഞ്ഞത്. അടുത്ത റമദാൻ വരെ ഈ വിശുദ്ധിയും സ്നേഹവും കരുണയും കാത്തു സൂക്ഷിക്കുമെന്ന് അവർ അന്യോന്യം ഉറപ്പു നൽകി. റമദാന്റെ വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട് ലഹരി മുക്തമായിട്ടും ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത് ഒന്നും കൂടി നന്മയുടെ പാതകളിലേക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനമാണ്. എല്ലാം നല്ല നോമ്പ് എടുത്ത് ഇന്ന് UAE നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്ര വിശപ്പ് ഫീൽ ചെയ്തില്ല. നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയും അവസാനിക്കുന്നില്ല, ഒരു വ്രതവും അവസാനിക്കുന്നില്ല. ജീവിതം മുഴുവൻ ഈ പുണ്യവും സൽപ്രവർത്തികളും കാത്തു സൂക്ഷിക്കുക. ഇതാണ് ഓരോ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഒക്കെ പുരോഹിതർ നൽകിയിട്ടുള്ള, വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.